ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റാബീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയും പൂരി മസാലയുമാണ്. അപ്പോൾ അത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 4 കപ്പ് ആട്ടാമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെയായി വെള്ളം ചേർത്തിട്ട് ചപ്പാത്തിയുടെ പരുവത്തിന് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. റവ ചേർത്ത് കൊടുക്കുമ്പോൾ ഒട്ടും തന്നെ കൂടാതെ ശ്രദ്ധിച്ചേക്കണം. നമ്മൾ റവ ചേർത്ത് കൊടുക്കുന്നത് ഈ പൂരിക്കൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മാവൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഒരു 10-15 മിനിറ്റ് സമയം നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് മസാല തയ്യാറാക്കാം. അതിനായി ഒരു പാനിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും 2 വറ്റൽമുളക് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും ഇട്ടതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് നീളത്തിലരിഞ്ഞ 2 സവാളയും 2 പച്ചമുളക് കീറിയതും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നേരത്തെ തന്നെ ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് 3 കിഴങ്ങ് വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇനി 2 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് ഈ സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞു. ഇതേപോലെ ഒന്ന് വഴന്ന് കിട്ടിയാൽ മതിയാകും. ഒരുപാട് അങ്ങ് ബ്രൗൺ ആവുകയൊന്നും വേണ്ട. ഇനി അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് ഉടച്ച് വെച്ച കിഴങ്ങ് കൂടി ചേർത്തിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്തിരി ഹാർഡായിരിക്കുന്നത് കൊണ്ട് നമുക്കിതിലേക്ക് അല്പം ചൂടുവെള്ളം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പൂരി മസാല ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് പൂരി തയ്യാറാക്കാം. അതിനായി ഞാൻ മാവ് ചെറിയ ബോൾസുകളാക്കി മാറ്റുകയാണ്. ചപ്പാത്തി പ്രസ്സിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചതിന് ശേഷം അതിലേക്ക് വെച്ചിട്ടാണ് ഞാൻ ഈ പൂരി പരത്തിയെടുക്കുന്നത്. ഇതുപോലെ 3-4 എണ്ണം പരത്തിയെടുത്തതിന് ശേഷം നല്ലതുപോലെ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞാൽ പിന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയേക്കണേ. ഇപ്പോൾ എല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയായി. ഇനി ഞാൻ പോയി കഴിച്ചിട്ട് വരാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറന്നേക്കരുതേ. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.